നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ചൂലിന് എത്ര മഹത്വമുണ്ടെന്ന് ഇന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ചൂലിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. ചൂലിനെ നമ്മളെപ്പോഴും ഒരു നിസ്സാര വസ്തുവായിട്ടാണ് കാണുന്നത്. ഈ ചൂലാണ് നമ്മുടെ വീടിനുള്ളിലെ എല്ലാ അഴുക്കുകളെയും പുറത്താക്കുന്നത്. നമ്മുടെ വീടിനുള്ളിലെ അഴുക്കാകുന്ന ഈ നെഗറ്റീവ് എനർജികളെയെല്ലാം അടിച്ച് പുറത്താക്കുന്ന ഈ ചൂലിൽ പോസിറ്റീവ് എനർജിയാണ് നിലനിൽക്കുന്നത്. പോസിറ്റീവ് എനർജിയുള്ള ഈ ചൂലിനെ വേണ്ടത്ര പരിഗണന നൽകി വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ നമ്മുടെ വീടുകളിലെ സാമ്പത്തിക നില മെച്ചപ്പെടും. വേണ്ടത്ര പരിഗണന നൽകി ശരിയായ രീതിയിൽ ചൂൽ ഉപയോഗിക്കുന്നതിൽ കൂടി ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിലേക്ക് ഉണ്ടാകും. രാവിലെയും വൈകിട്ടും, അതായത് നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപായി നമ്മുടെ വീടിനകത്തും പുറത്തും എല്ലാം അടിച്ചു വാരി അഴുക്ക് വെളിയിൽ കളയണം. ഇങ്ങനെ സന്ധ്യാസമയത്തിന് മുൻപായി വീടിനുള്ളിലെ അഴുക്കുകളെയെല്ലാം പുറത്താക്കി കഴിയുമ്പോഴാണ് ലക്ഷ്മി ദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരുന്നത്. സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം വീടിനുള്ളിലും പരിസരത്തും ഒരിക്കലും തൂക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ വീടിനുള്ളിൽ നിന്നും ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകാൻ കാരണമാകും എന്ന് പറയപ്പെടുന്നു. ഇനിയും ചൂല് വാങ്ങേണ്ടത് ഏത് ദിവസമാണ്? ഏതൊരു മാസത്തിൻ്റെയും കൃഷ്ണപക്ഷത്തിലാണ് ചൂല് വാങ്ങേണ്ടത്. കൃഷ്ണപക്ഷമെന്ന് പറഞ്ഞാൽ വെളുത്തവാവ് കഴിഞ്ഞുള്ള അടുത്ത ദിവസം മുതൽ അമാവാസി ദിവസം വരെ കൃഷ്ണപക്ഷമാണ്. ഈ കൃഷ്ണപക്ഷത്തിലെ ചൊവ്വ, ശനി, ഞായർ, അതുകൂടാതെ അമാവാസി, ഈ 4 ദിവസങ്ങൾ ചൂല് വാങ്ങാൻ അത്യുത്തമമാണ്. അമാവാസ്യ കഴിഞ്ഞുള്ള ദിവസം മുതൽ അടുത്ത പൗർണമി വരെ ശുക്ലപക്ഷമായി കണക്കാക്കപ്പെടുന്നു. ശുക്ലപക്ഷത്തിൽ ഒരു കാരണവശാലും ചൂല് വാങ്ങാൻ പാടില്ല. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി, ഈ 4 ദിവസവും പൗർണമി ദിവസവും ഒരു കാരണവശാലും ചൂല് വാങ്ങരുത്. ജ്യോതിഷപ്രകാരം ഈ ദിവസങ്ങളിൽ ചൂല് വാങ്ങിയാൽ ലക്ഷ്മി ദേവി പിണങ്ങുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ തൂക്കുന്ന സമയത്ത് ഈ ചൂല് നമ്മുടെ കാലിലും മറ്റുള്ളവരുടെ കാലുകളിലും സ്പർശിക്കാൻ പാടില്ല. ചൂലെടുത്ത് ആരെയും അടിക്കാൻ പാടില്ല. മൃഗങ്ങളെയും അടിക്കാൻ പാടില്ല. ജ്യോതിഷപ്രകാരം ചൂല് വീടിനുള്ളിലായാലും വെളിയിലായാലും വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വയ്ക്കേണ്ടത്. വടക്ക് പടിഞ്ഞാറ് ചൂല് വയ്ക്കുന്നത് അത്യുത്തമമാണ്. ചൂല് വീടിൻ്റെ മധ്യഭാഗത്ത് വെക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. അടുക്കളയിൽ ഒരിക്കലും ചൂല് വെക്കാൻ പാടില്ല. പല വീടുകളിലും അടുക്കള വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണാറുണ്ട്. ഇങ്ങനെയുള്ള വീടുകളിൽ വടക്ക് പടിഞ്ഞാറ് അടുക്കളയിൽ ചൂല് വയ്ക്കാതെ ഗ്രഹമധ്യത്തിൽ ചൂല് വയ്ക്കാവുന്നതാണ്. ചൂലൊരിക്കലും ഭിത്തിയിലും മറ്റും ചാരി വയ്ക്കാതെ താഴെ ഇട്ടേക്കണം. അതായത് കിടക്കുന്ന രീതിയിൽ താഴെ ഇട്ടേക്കുക. ചൂലെപ്പോഴും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കണം. വരുന്നവരുടെയും പോകുന്നവരുടെയും ഒക്കെ ദൃഷ്ടിയിൽപ്പെടാതെ കാണാത്ത രീതിയിൽ വയ്ക്കണം. കാലുകൊണ്ട് ചൂല് തട്ടാൻ പാടില്ല. ചൂലെടുത്ത് ഒരിക്കലും എറിയരുത്. മുകൾ ഭാഗം ഒടിഞ്ഞ ചൂലുകളൊന്നും തൂക്കാൻ ഉപയോഗിക്കരുത്. എപ്പോഴും നല്ല ചൂല് തന്നെ തൂക്കാനായി ഉപയോഗിക്കണം. പഴകിയ ചൂലൊക്കെ പുറത്ത് കളയുമ്പോൾ ഒന്നുകിൽ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസം വേണം പുറത്ത് കളയാൻ എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഒക്കെ കഴിഞ്ഞ ശേഷവും പഴകിയ ചൂലുകൾ പുറത്ത് കളയാവുന്നതാണ്. നമ്മളിലെ നെഗറ്റിവിറ്റിയെ പുറത്ത് കളയുന്നു എന്നർത്ഥം. ഇനിയും പറയാൻ പോകുന്ന 3 സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ചൂല് വെക്കാൻ പാടില്ല. ഒന്നാമതായി, ഭാര്യാഭർത്താക്കന്മാർ കിടന്നുറങ്ങുന്ന റൂമിൽ ഒരു കാരണവശാലും ചൂല് വെക്കാൻ പാടില്ല. അവർ തമ്മിലുള്ള സ്നേഹം ഇല്ലാതാവുകയും പലവിധ ക്ലേശങ്ങൾക്കിടയാകുകയും ചെയ്യും. ലിവിംഗ് റൂമിൽ, അതായത് സ്വീകരണ മുറിയിൽ ഒരിക്കലും ചൂല് വയ്ക്കരുത്. അമ്മായിയമ്മയും മരുമകളും പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കും. അടുക്കളയിൽ ഒരിക്കലും ചൂല് വയ്ക്കരുത്. കുട്ടികളിൽ കോപ സ്വഭാവം ഉണ്ടാകുകയും ചുണ്ടി പിടിക്കുകയും തെറ്റായ കൂട്ടുകെട്ടിൽ പോവുകയും ചെയ്യും. ചൂലുമായി ബന്ധപ്പെട്ട ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ലക്ഷ്മി ദേവി പ്രസാദിക്കുമെന്നും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുമെന്നുമാണ് പറയപ്പെടുന്നത്. എന്ന് കരുതി കുറച്ച് ദിവസം നമ്മൾ ചൂല് ഇതേ രീതിയിലൊക്കെ വെച്ച ശേഷം സാമ്പത്തിക ഉയർച്ച ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ശീലമാവുകയും അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.